ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേർഡ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ സ്കർട്ട് മോഡൽ പലാസോ പാൻ്റ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പം മെയിൻ ക്ലോത്ത് ജോർജറ്റും ലൈനിങ് ക്രേപ്പ് ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് ക്ലോത്ത് 1.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. 12 ഏജുള്ള ഒരു കുട്ടിക്കുള്ള പലാസോ പാൻ്റാണ് കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി കോണ്ട ഷേപ്പിൽ നിന്നും 10 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ അടയാളപ്പെടുത്തി. അവിടെ നിന്നും ബാൻഡ് ഒഴികെ 29 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം കട്ട് ചെയ്തു. അപ്പം ഈ ഒരു ഏപ്പ് വരുന്നിട്ട് ഏപ്പ് വെച്ച് കട്ട് ചെയ്യുക. ഇനി അടുത്തത് റിഗാള് 12 അടയാളപ്പെടുത്തുക. 2 ഇഞ്ച് വിടുത്തും അടയാളപ്പെടുത്തി ഇതുപോലെ കർവ് വരച്ച് കട്ട് ചെയ്യുക. ഈ സൈഡിലുള്ള ഫോൾഡർ കട്ട് ചെയ്യുക. ഇനി ജോർജറ്റിൻ്റെ മെയിൻ ക്ലോത്ത് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിലേക്ക് 15 ഇഞ്ച് ആഡ് ചെയ്ത് ക്ലോത്ത് എടുക്കുക. അപ്പോൾ 2.5 മീറ്റർ ക്ലോത്താണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. കോണാകൃതിയിൽ മടക്കി വെക്കുക. 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം കോൺ ഷേപ്പിൽ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ച് എക്സ്ട്രാ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് ആ ഒരളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡും റിഗാളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം 2 ഇഞ്ച് ബാൻഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 4 ഇഞ്ച് വിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ബാൻഡ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.